സാർ, ഇപ്പോൾ ഈ ലഡാക്ക് കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ച സോനം വാങ്ചുക്ക്, അപ്പോൾ ഇയാൾ വേറെയും ചില തട്ടിപ്പുകളൊക്കെ നടത്തി CBI ഇയാളെ കുറിച്ച് കൂടുതൽ അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. ശരിക്കും എന്താണ് ഇയാളുടെ പിന്നിലെ ഈ നിഗൂഢത? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കലാപം നടന്ന ഈ സന്ദർഭം വളരെ പ്രധാനമാണ്. CBI അന്വേഷണം തുടങ്ങിയതിനെ പറ്റി അയാൾക്ക് നല്ല ധാരണയുണ്ട്. CBI ഇയാൾക്ക് നോട്ടീസും അയച്ചിരുന്നു. ഇയാളുടെ സാമ്പത്തിക തട്ടിപ്പിലൊക്കെ CBIയുടെ പിടി വീണു. 2 മാസം മുമ്പ് തന്നെ CBI അന്വേഷണം തുടങ്ങി. കാരണം കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ പരാതി അടിസ്ഥാനമാക്കിയിട്ടാണ് CBI അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അമിത്ഷായുടെ റഡാറിൽ 2 മാസം മുമ്പ് തന്നെ സോണം വാങ്ചുക്ക്, ഈ ലഡാക്കിലെ കലാപ നേതാവ് ഉണ്ട്. FCRA വയലേഷൻ അതാണ്, അതായത് വിദേശ സംഭാവനകൾ വാങ്ങുന്നതിലുള്ള തട്ടിപ്പ്. അതിനെ പറ്റിയിട്ടാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ 14-ാം തീയതി, ശ്രദ്ധിക്കണം ആ ഡേറ്റ്, 14-ാം തീയതി ഈ സോണം വാങ്ചുക്കിൻ്റെ വീട്ടിൽ CBI ഉദ്യോഗസ്ഥർ ചെന്നിരുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ 14-ാം തീയതി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ ഈ സംഭവങ്ങൾ കലാപം നടക്കുന്നത്. അപ്പോൾ അയാൾ കലാപം നടത്തി കേന്ദ്രത്തിനെ പേടിപ്പിക്കാം എന്ന് വിചാരിച്ചു. CBI എന്ന് പറഞ്ഞ ഉമ്മാക്കി എൻ്റെ നേരെ വേണ്ട എന്ന് പറഞ്ഞിട്ട് രാജ്യത്തിനെതിരെ തന്നെ കലാപം നടത്താം എന്ന് വിചാരിച്ചതാണ് നമ്മൾ ഈ കണ്ടത്. അതായത് ഒരാളുടെ വീട്ടിൽ CBI ചെന്ന് കഴിഞ്ഞാൽ അയാൾ കലാപം നടത്തുന്നു. ഇതാണ് കണ്ടിട്ടുള്ളത് നമ്മളിപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇയാൾക്ക് ഇതിനകത്ത് പിന്നിൽ മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ ലഡാക്കിനൊരു കലാപം ഉണ്ടാക്കുന്ന പിന്നിൽ ഇയാൾ ഉദ്ദേശിച്ച ചില ലക്ഷ്യങ്ങളുണ്ടാവില്ലേ? അപ്പോൾ CBI അന്വേഷണം ആ മേഖലയിലേക്കും തിരിയില്ലേ ഇനി ഒരു പക്ഷേ? അതായത് ഇപ്പോൾ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ലഡാക്ക്, അതാണ് ഇയാളുടെ NGO. ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ലഡാക്ക്, HIAL, ഇതാണ് ഇയാളുടെ NGO. ഈ NGO നടത്തിയ തട്ടിപ്പുകളെ പറ്റിയിട്ടാണ് CBI അന്വേഷിക്കുന്നത്. അപ്പോൾ ഇയാൾ സോണം വാങ്ചുക്ക് തന്നെ സമ്മതിച്ചിട്ടുണ്ട് CBI ഉത്തരവുമായി വീട്ടിലെത്തിയ കാര്യം. എന്ന് പറഞ്ഞാൽ എത്തിയത് 14-ാം തീയതി ആണ്. ആ വിവരം നമുക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇയാൾ ഈ കലാപവും അട്ടിമറിയൊക്കെ നടത്താമെന്ന് തീരുമാനിക്കുകയാണ്. 2018 ഇയാൾക്ക് മാഗ്സസെ പുരസ്കാരം കിട്ടിയതാണ്. അത് CIAയുടെ സംഘടനകൾ കൊടുക്കുന്ന പുരസ്കാരമാണ്. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ, ഫോർഡ് ഫൗണ്ടേഷൻ, അങ്ങനെ 2 ഫൗണ്ടേഷൻ CIAയുടെ പോഷക സംഘടനകളാണ്, അവർ കൊടുക്കുന്നതാണ്. അപ്പോൾ മാഗ്സസെ ആർക്ക് കിട്ടിയാലും ഈ മാഗ്സസെ കിട്ടിയ ആൾ ഉടനെ രാജ്യവിരുദ്ധനാവും. അങ്ങനെയാണല്ലോ. ഇന്ത്യയിലാണെങ്കിൽ 76 പേർക്കോ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടത്. 2018 മാഗ്സസെ കിട്ടി. ഇപ്പം കഴിഞ്ഞ ദിവസം ഇയാൾക്ക് FCRA ലൈസൻസ് കേന്ദ്രം റദ്ദാക്കി. അതായത് ഈ റദ്ദാക്കുന്നതിന് മുമ്പ് ഷോ കോസ് നോട്ടീസ് കൊടുക്കും, കാരണം കാണിക്കൽ. അപ്പോൾ ആ നോട്ടീസും ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ FCRA ലൈസൻസ് പോകുന്നും ഇയാൾക്കറിയാം, CBI അന്വേഷണം ബാധിക്ക വന്ന് നിൽക്കുന്നതും അറിയാം. അപ്പോഴാണ് ഒരു കലാപം കൊണ്ടേ പേടിപ്പിക്കാം എന്ന് ഇയാൾ വിചാരിക്കുന്നത്. എന്നെ തൊടാൻ പറ്റില്ല, ഇതൊക്കെ കേന്ദ്രത്തിന് അറിയാമല്ലോ. അപ്പോൾ ആഭ്യന്തര വകുപ്പ് ഈ FCRA ലൈസൻസ് റദ്ദാക്കി. ഇയാൾ എന്താ പറയുക, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾക്ക് വിദേശ സംഘടനകൾ പണം എത്തിച്ചു കൊടുക്കുന്നത്. ഓഗസ്റ്റ് 20-ാം തീയതി ഇയാൾക്ക് ഷോക്കോസ് നോട്ടീസ് കേന്ദ്രം അയച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം, 1 മാസം മുമ്പേ ഇയാൾക്ക് FCRA ലൈസൻസ് എന്തുകൊണ്ട് റദ്ദാക്കി കൂടാ എന്നുള്ളതിന് കാരണം കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അയച്ചിരുന്നു. അപ്പോൾ ഇയാൾ പിടികൂടപ്പെടുക എന്നുള്ളൊരു തോന്നലയക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞതാണ് ഈ കണ്ട കലാപം. സെപ്റ്റംബർ 10-ാം തീയതി ഇയാൾക്ക് റിമൈൻഡർ അയച്ചു. ഓഗസ്റ്റ് 20-ന് ഷോക്കോസ് നോട്ടീസ് അയച്ചു FCRA ലൈസൻസ് റദ്ദാക്കുന്നതിൻ്റെ. സെപ്റ്റംബർ 10-ാം തീയതി റിമൈൻഡർ അയച്ചു ഇയാൾക്ക്. ഇപ്പം അത് റദ്ദാക്കുകയും ചെയ്തു ഈ കലാപത്തിന് ശേഷം. സെപ്റ്റംബർ 19-ന് ഇയാൾ മറുപടി കൊടുത്തു എന്നും പറയുന്നുണ്ട്. ഇനി ഇയാൾക്കെതിരെ CBI
നടത്തുന്ന അന്വേഷണത്തിൻ്റെ കാരണങ്ങൾ, സാമ്പത്തിക വെട്ടിപ്പുകൾ പറയാം. 5 കാരണങ്ങളുണ്ട്. 1, 2021-22 ഇയാൾ 3.5 ലക്ഷം രൂപ FCRA അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. FCRA അക്കൗണ്ടിൽ വിദേശത്ത് നിന്നല്ലേ പൈസ വരിക? അതെ. ഇവിടെ നിന്നുള്ള പൈസ FCRA അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. സെപ്റ്റംബർ സെക്ഷൻ 17, ഇത് FCRA ചട്ടം ഉണ്ടല്ലോ, അതിലെ 17-ാം വകുപ്പിൻ്റെ ലംഘനമാണ് അത്. അപ്പോൾ ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ FCRA വിദേശ ഫണ്ട് വാങ്ങുന്ന അക്കൗണ്ടിൽ ഇവിടുന്ന് കിട്ടിയ പൈസ ഇടാൻ പാടില്ലല്ലോ. ഇല്ല. അപ്പോൾ ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബസ് മേടിച്ചിരുന്നു. FCRA വിദേശ പണം കിട്ടിയത് കൊണ്ടൊരു ബസ് മേടിച്ചിരുന്നു. ആ ബസ് വിറ്റു, ആ പണമാണ് ഇതിൽ നിക്ഷേപിച്ചത് എന്നാണ്. ആ ന്യായം കേന്ദ്രം അംഗീകരിക്കുന്നില്ല. ആ മറുപടി കൊള്ളുകയില്ല. ഇറ്റ് ഈസ് അൺടെനബിൾ എന്ന് കേന്ദ്രം പറഞ്ഞു ഇയാളോട്, ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിൽ ഇയാളുടെ മറ്റ് രേഖകളുണ്ടല്ലോ സാമ്പത്തികം, ഈ NGOയുടെ, അതിൽ ക്രെഡിറ്റ് എൻട്രി ഇല്ല. ഇത്രയും പണം വന്നതായിട്ടേ എൻട്രി ഇല്ല. എങ്ങനെ കിട്ടിയെന്ന് നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ നമുക്ക് ഇന്ന് 3.5 ലക്ഷം രൂപ കിട്ടി ഇന്ന കാര്യത്തിന്, ബസ് വിറ്റിട്ടാണെങ്കിൽ ബസ് വിറ്റിട്ട് 3.5 ലക്ഷം കിട്ടിയെന്ന് മറ്റേ അക്കൗണ്ട് ബുക്കിൽ കാണണ്ടേ? വേണം. ഇല്ല. അപ്പം 3.5 ലക്ഷത്തിൻ്റെ സോഴ്സ് അവിടെ ആ പ്രശ്നം വന്നു. 2, 2020-21 54,600 രൂപ 3 ഈ ലോക്കൽസ് FCRA അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അതും ഈ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞാണല്ലോ, വിദേശപണം വരാനുള്ള അക്കൗണ്ട് അല്ലേ. പിന്നെ 4,93,205 രൂപ സ്വീഡനിലെ ഫ്രാംതിഡ്സ് ജോർഡൻ എന്ന് പറഞ്ഞ സംഘടന അയച്ചു കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷത്തിൻ്റെ അടുത്ത് സംഖ്യ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് സോവർണിറ്റി, ക്ലൈമറ്റ്, ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷ, ഈ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം, സോവർണിറ്റി എന്നിവ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പണം തരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേന്ദ്രയിൽ പിടിച്ചു. ഇന്ത്യയുടെ പരമാധികാരം പഠിക്കാനായിട്ടേ ഇന്ത്യയുടെ ഒരു NGOയ്ക്ക് വിദേശ രാജ്യത്തു നിന്ന് പണം വരിക. ഇന്ത്യയുടെ പരമാധികാരം മോനെ നിനക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു കുഴപ്പം. സെക്ഷൻ 12 FCRA അതിൽ പറയുന്നുണ്ട് അതിന് പൈസ മേടിക്കാൻ പറ്റില്ല. അപ്പോൾ 12-ാം വകുപ്പിൻ്റെ ലംഘനം അതിൽ വന്നു. ഇയാളൊക്കെ എന്തിലൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കണം. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 19,600 രൂപ പിന്നെ മേഘ സാങ്ക്വി എന്ന് പറഞ്ഞ സ്ത്രീക്ക് 2022 മടക്കി കൊടുത്തു എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അങ്ങനെ തുക മടക്കി കൊടുക്കാനായിട്ട് വകുപ്പില്ല. തുക തിരിച്ചു കൊടുക്കാൻ കോവിഡ് കാരണം ഇവരുടെ വോളണ്ടിയറിങ് പ്രവർത്തനം നടന്നില്ല എന്നാണ് പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു കിട്ടിയ പണം ഉണ്ടല്ലോ, NGOയ്ക്ക് കിട്ടിയ പണം, അത് തിരിച്ചു കൊടുക്കാനായിട്ട് വകുപ്പില്ല. അതാണ് ഒരു വ്യവസ്ഥാ ലംഘനം. 2020-21 ഇയാളുടെ ഈ സംഘടന ഉണ്ടല്ലോ, വിദ്യാർത്ഥി സംഘടന SCCMOL, അത് ഇനി വിദേശ സംഭാവന 79,200 രൂപ കിട്ടി. അത് FCRA ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. വിദേശത്തു നിന്ന് കിട്ടിയ 79,000 രൂപ FCRAയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. വിദേശത്തു നിന്ന് കിട്ടിയ പണം ഇതിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. ഇത് സ്റ്റാഫിൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച തുകയാണെന്നാണ് ന്യായം പറയുന്നത്. അത് നമ്മൾ അംഗീകരിക്കുന്നില്ല. പിന്നെ ഫുഡ് ഫീസ് ഒക്കെ ആയിട്ട് ഡിഡക്റ്റ് ചെയ്തതാണ്, സ്റ്റാഫിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത പൈസയാണ് എന്നാണ് ഇയാൾ പറയുന്നത്. നമ്മുടെ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് അത് വിദേശ സംഭാവനയാണെന്നാണ്. അപ്പോൾ ഇയാളുടെ അക്കൗണ്ടിങ് മൊത്തം NGOയുടെ ഈ സാമ്പത്തിക
ഏർപ്പാടുകൾ മര്യാദക്കല്ലാണ് നടക്കുന്നത്. FCRA ചട്ടത്തിലെ വകുപ്പുകൾ 8, 17, 18, 19, 12 ഇതൊക്കെ ഇയാളുടെ NGO ലംഘിച്ചിട്ടുണ്ട്. ഈ NGO ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ലഡാക്ക്, ഈ NGOയുമായിട്ട് നടക്കുന്ന ഒക്കെ തരികിടയാണല്ലോ മിക്കവാറും ഒക്കെ. അപ്പോൾ 2025 ഫെബ്രുവരിയിൽ ഇയാൾ ഇസ്ലാമാബാദിൽ 2 തവണ പോയിട്ടുണ്ട്. യൂനുസിനെ, ബംഗ്ലാദേശ് യൂനുസ് ഇയാളുടെ വലിയ അടുത്ത സുഹൃത്താണ്. പിന്നെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഥിയം ഡെപ്പോസിറ്റ്സ് ധാരാളം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ലിഥിയവുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒക്കെ ധാരാളമായിട്ടുണ്ടല്ലോ. ജമ്മു കശ്മീരിലെ റീസിയിൽ 2023 ഫെബ്രുവരിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ലിഥിയ ശേഖരങ്ങളൊന്ന് കണ്ടെത്തി. 59 ലക്ഷം ടൺ ആണ് അത് മൊത്തത്തിൽ ലേലം നടന്നിട്ടില്ല. 38 ബ്ലോക്കിൽ 14 ലേലം ചെയ്ത് പോയിട്ടുള്ളൂ. ലഡാക്കിൽ മെറാക്ക് ഒരു ലിഥിയം മേഖലയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇന്ത്യ ചൈന അതിർത്തിയിലാണ്. അസമിലെ ദുബ്രി കൊക്രജാർ മുസ്ലിം ഭൂരിപക്ഷ മേഖല, അവിടെയും ലിഥിയം കണ്ടെത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ കോർബയിൽ കണ്ടെത്തിയിട്ടുണ്ട്, ലേലം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൽക്കത്തയിലെ മൈക്കി മൈനിങ് ആണ് ഇത് ലേലത്തിൽ പിടിച്ചിരിക്കുന്നത്. മണിപ്പൂരിൽ ലിഥിയം കംജോങ് ജില്ലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രാദേശിക എതിർപ്പ് കാരണം പര്യവേഷണം നടത്താൻ പറ്റിയിട്ടില്ല. ലിഥിയം കണ്ടെത്തിയ പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ചൈനയ്ക്കും അമേരിക്കയ്ക്കും താല്പര്യമുള്ളതാണല്ലോ. ഭാവിയിലെ എണ്ണ എന്ന് പറയുന്നല്ലേ ലിഥിയം ബാറ്ററി, ലാപ്ടോപ്പ്, മൊബൈല് ഒക്കെ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് 115 അപൂർവ മൂലക പദ്ധതിയുണ്ട്. EV ബാറ്ററികളിലെ പ്രധാന ഘടകമാണ് ലിഥിയം. ഈ റീസിയിൽ ലിഥിയം നിക്ഷേപം എന്ന് പറഞ്ഞില്ലേ, സിനിജി ഓർക്കുന്നില്ലേ? ഈ കൊല്ലം നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ഈ റീസിയില് ഉത്തർപ്രദേശിൽ നിന്ന് അമർനാഥിലേക്ക് പോയ തീർത്ഥാടകര്, വൈഷ്ണവ് ദേവിയിലേക്ക് പോയ തീർത്ഥാടകരെ ബസ്സിൽ നിന്ന് നിരനിരയായി നിർത്തി വെടിവെച്ച് കൊന്നു. ഈ റീസിയില് വലിയ ലിഥിയം നിക്ഷേപമുണ്ട്. ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മറക്കരുത്. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഡിജിറ്റൽ ക്യാമറ, ഇലക്ട്രിക് വാഹനങ്ങൾ, റീചാർജ് ചെയ്യുന്ന ബാറ്ററി. രാജസ്ഥാനിലെ നഗോറിൽ ദേനയിലുള്ള ലിഥിയം നിക്ഷേപം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ലഡാക്ക് 2015 അതുപോലെ കശ്മീരിനെ വിഭജിച്ച് ലഡാക്ക് ഉണ്ടാക്കുമ്പോൾ ലഡാക്കിലെ നിവാസികൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഭരണ പ്രദേശമാകണം എന്നാണ്. കാരണം അത്രയും കേന്ദ്ര നിക്ഷേപം അവിടെ വരും. ഇപ്പോൾ ഈ ലിഥിയം നിക്ഷേപമൊക്കെ കണ്ടെത്തി കഴിഞ്ഞപ്പോഴാണ് ഈ 2023 ശേഷം ഇത് മറ്റേ ഷെഡ്യൂൾ 6 ഭരണഘടനയുടെ ഷെഡ്യൂൾ 6 പെടുത്തണം, സ്വയംഭരണം വേണം നീ വാങ്ചുക്കിനെ കൊണ്ട് ചില വിദേശ ശക്തികൾ പറയിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മിസോറാമിലൊക്കെ ഈ ഗോത്രവർഗ കൗൺസിലുകൾ ഉണ്ടല്ലോ, അതാണ് ഷെഡ്യൂൾ 6 എന്ന് പറയുന്നത്. സ്വയംഭരണ കൗൺസിലുകളാണത്. അപ്പോൾ അവർക്ക് ചില സാമ്പത്തിക കാര്യങ്ങളിൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാം എന്ന് വ്യവസ്ഥയുണ്ട് അതിൽ. അപ്പോൾ ഈ ലിഥിയം നിക്ഷേപം വന്നപ്പോഴുള്ള മനംമാറ്റം കൂടിയാണിത്. അപ്പോൾ നമ്മുടെ ആഭ്യന്തര സുരക്ഷ അല്ലേ, ദേശസുരക്ഷ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇയാൾക്ക് വിദേശ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇയാൾ ഇന്ത്യയുടെ പരമാധികാരം പഠിക്കാനായിട്ട് പുറത്തു നിന്ന് പൈസ മേടിച്ചു എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് CBI വാങ്ചുക്കിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് കലാപം നടന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.